ആഴങ്ങളിൽ കടലിൻ്റെ വിശാലതയിലേക്കുള്ള ഓരോ യാത്രയും പ്രതിസന്ധികളുടെയും പ്രതീക്ഷകളുടെയും മിശ്രിതമായ അനുഭവമാണ്. മത്സ്യത്തൊഴിലാളികളുടെ ആത്മീയ അനുഭവങ്ങളിലൂടെയുള്ള യാത്ര. ആഴങ്ങളിൽ ഇത് ആന്റണി ജോസഫ്. കൊല്ലം ജില്ലയിലെ ശക്തികുളങ്ങര സ്വദേശിയാണ്. കടല് പോലെ തന്നെ നിരവധി ആഴമുള്ള അനുഭവങ്ങളാണ് ഇദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളത്. പ്രതിസന്ധികളിൽ തളരാതെ ആത്മീയതയിലൂടെ സഞ്ചരിച്ച അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് ആന്റണി ജോസഫ്. എൻ്റെ പേര് ആന്റണി ജോസഫ്. ഞാൻ ജനിച്ചത് ശക്തികുളങ്ങര ഇടവകയിൽ കാട്ടുകുള പൊതുവലിൽ ജോസഫിൻ്റെയും കർമ്മലയുടെയും മകനായിട്ടാണ്. ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് ശക്തികുളങ്ങര ഈരപ്പുറത്ത്. എൻ്റെ 13ാമത്തെ വയസ്സിലാണ് മത്സ്യത്തൊഴിലാളിയായത്. അന്ന് മത്സ്യത്തൊഴിലാളിയാകാനുള്ള കാരണം എൻ്റെ അപ്പൻ, ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, 12ാമത്തെ വയസ്സിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അപ്പൻ കടലിൽ വീണ് മരിച്ചു. വീട്ടിൽ നിവൃത്തികേട് കൊണ്ടാണ് ഞാൻ 13ാമത്തെ വയസ്സിൽ കടലിൽ പോകാനിറങ്ങിയത്. അപ്പൻ മരിച്ചത് വള്ളം മറിഞ്ഞ് ആണ് മരിച്ചത്. ഒരു ഇടവ മാസം 4-ാം തീയതി ആയിരുന്നു ആ അപകടം ഉണ്ടായത്. ജ്യേഷ്ഠ സഹോദരനെ കരയ്ക്ക് നിർത്തിയിട്ട് കടൽക്ഷോഭം ഉണ്ടായതുകൊണ്ട് ജ്യേഷ്ഠ സഹോദരൻ അന്ന് പണിക്ക് പോകുമായിരുന്നു. ആ ചേട്ടനെ കരയിൽ നിർത്തിയിട്ട് അപ്പൻ ഞങ്ങളെ പോറ്റാനായിട്ട് ജോലിക്ക് പോയതായിരുന്നു. പോയ ഉടനെ തന്നെ കടൽ കൂടി വള്ളം മറിയുകയാണ് ഉണ്ടായത്. വള്ളം മറിഞ്ഞ് അപ്പൻ മരിച്ചു. അപ്പനെ കര കൊണ്ടുവരുമ്പോൾ അന്ന് കണ്ടുകൊണ്ടുവന്ന ഒരാളാണ് ഞാൻ. അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോൾ വീട്ടിലെ പ്രാരാബ്ദം കൊണ്ട് അതിനുശേഷം ഞാനിങ്ങനെ തുടർന്ന് ജോലിക്ക് പോയി. ഒരു പെസഹ വെള്ളിയാഴ്ച രാത്രി, അന്ന് വലിയ വെള്ളിയാഴ്ച രാത്രി കബറടക്കമൊക്കെ കഴിഞ്ഞ് കടലിൽ പോകുന്നൊരു കാലഘട്ടമായിരുന്നത്. അങ്ങനെ വള്ളത്തിൽ പോകാൻ സണ്ണി, ആൻഡ്രൂ എന്ന് പറഞ്ഞ സഹോദരന്മാരെന്നെ കടലിൽ പോകാനായിട്ട് വിളിച്ചു. അവർ തോപ്പിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അവരുടെ കൂടെ അവർ 2 പേരും ഞാനും മാത്രമാണ് അന്ന് വള്ളത്തിൽ പണിക്കുവാനായിട്ട് പോയത്. അന്ന് പോകുമ്പം വലിയ വിഷമം ഉണ്ടായിരുന്നു. നല്ല നെടുപെട്ട് കടലെന്ന് പറയും. നെടുപെട്ട് കടലുണ്ട്. കടലിന് വള്ളം കയറി വീണപ്പോൾ ഞാനും മറിഞ്ഞു വീണ് വള്ളത്തിൽ. അപ്പോൾ എഴുന്നേറ്റിരിക്കാൻ പറഞ്ഞു. എഴുന്നേറ്റ് പിടിച്ച് ഇരിമോനെ എന്ന് പറഞ്ഞ് അവർ പിടിച്ചിരുത്തി അന്ന് പണിക്ക് പോയി. നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. പടിഞ്ഞാറുന്ന് ചെറിയ കാറ്റൊക്കെ ഉണ്ടായിരുന്നു. ആ കാറ്റൊക്കെ കഴിഞ്ഞ് വളരെയേറെ വള്ളം തുഴന്ന് കുറ്റിയടിപ്പുറമെന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്നാണ് അന്ന് വല വെച്ചത്. അതാ എൻ്റെ ഓർമ്മ. അന്ന് വരുമ്പം വളരെ സങ്കടത്തോടു കൂടിയാണ് അന്ന് പോയിട്ട് വരുന്നത്. കാരണം പഠിക്കാൻ പോകാൻ പറ്റത്തില്ലല്ലോ എന്നുള്ളൊരു സങ്കടം അന്നുണ്ടായിരുന്നു. അങ്ങനെ വന്നു. അന്ന് ആ വലയൊക്കെ വെയിറ്റുള്ള വല, കോട്ടൺ വലയാണ് അന്ന് കടലിൽ കൊണ്ടുപോകുന്നത്. കോട്ടൺ വല കഴുകണം, മട്ട് പിടിക്കും വെള്ളത്തിൽ. മട്ടെന്ന് പറയുന്നൊരു സാധനമുണ്ട്. അത് വലയിൽ പിടിച്ചു കഴിഞ്ഞാൽ വലിയ വെയിറ്റാണ്. ആ വെയിറ്റൊക്കെ അടിച്ച് കഴുകി എടുത്ത് തോളയിലിട്ട് ഉണക്കി വീട്ടിലൊക്കെ കൊണ്ടുവച്ച് കൊടുക്കണം. രാത്രി 3 മണിക്ക് പോയ ഞാൻ തിരിച്ച് വീട്ടിൽ ചെല്ലുന്നത് പിറ്റേ ദിവസം ശനിയാഴ്ച പകൽ 2 മണിക്കാണ്. വലയെല്ലാം ഉണക്കിയൊക്കെ കൊടുത്ത്. അപ്പോൾ 2 രൂപയാണ് എനിക്ക്, 2 രൂപയുടെ ഒരു നോട്ടാണ് എനിക്ക് പങ്കായിട്ട് തന്നത്. എത്ര രൂപ കിട്ടിയെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ 2 രൂപ എനിക്ക് തന്നു. അന്ന് മുതലാണ് ഞാൻ വള്ളത്തിൽ കടലിൽ പോക്ക് തുടങ്ങുന്നത്. ആദ്യമൊക്കെ ഞാൻ വള്ളത്തിൽ പണിക്ക് പോകുമ്പോൾ പ്രാർത്ഥനയെക്കുറിച്ചൊന്നും കൂടുതൽ അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ പണിക്ക് പോയിക്കൊണ്ട് വന്നപ്പോൾ ഞാനൊരു വള്ളത്തിൽ സ്ഥിരമായിട്ട് കടലിൽ പോകാനായിട്ട് പൊയ്കയിലെ സബാഷൻ അപ്പാപ്പൻ്റെ വള്ളത്തിൽ കടലിൽ പോകാൻ പോയി. അപ്പോൾ അപ്പാപ്പനാണ് പ്രാർത്ഥനയെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തരുന്നത്. വള്ളത്തിൽ കയറുമ്പോൾ എത്രയും ദയുള്ള മാതാവിൻ്റെ പ്രാർത്ഥന പഠിച്ചിട്ടേ വള്ളത്തിൽ കയറാവൂ എന്ന് പറഞ്ഞു. ആ പ്രാർത്ഥന എന്താണെന്ന് ചോദിച്ചപ്പോൾ, മാതാവ് നമ്മളെ കടലിൽ ഏതാപത്തിലും കാത്തുരക്ഷിക്കും. നിങ്ങളെപ്പോഴും എപ്പം കയറിയാലും മോനെ നീ നല്ലതുപോലെ പ്രാർത്ഥിക്കണം. മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടേ കടലിൽ വള്ളത്തിൽ കാലെടുത്ത് വെക്കാവൂ. വള്ളത്തിലായാലും നാളെ നീ ബോട്ടിൽ പോയാലും മാതാവിൻ്റെ പ്രാർത്ഥന പഠിക്കണം. പഠിച്ചാൽ മാതാവ് ഒരു നാളും ആരെയും കൈവിടത്തില്ല എന്നുള്ളൊരു അനുഭവം പറഞ്ഞു തന്നു. അതെനിക്കൊരു അനുഭവമായി തന്നെ തോന്നി. പിന്നീട് ഞാൻ പോകുന്ന സമയത്തെല്ലാം എത്രയും ദയുള്ള മാതാവിൻ്റെ പ്രാർത്ഥന പഠിക്കും. അത് പിന്നീട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും പഠിക്കാൻ തുടങ്ങി.
പിന്നീട് അങ്ങനെ ഇരുന്നപ്പോൾ ഒരച്ഛൻ എന്നോട് പറഞ്ഞു തന്നു, ജോലിക്ക് പോകുന്ന സമയത്ത് 91 സങ്കീർത്തനം പഠിക്കണം മോനെ. ബൈബിൾ എടുത്ത്, അന്ന് വരെ ഞാൻ ബൈബിളൊന്നും വലുതായിട്ട് തുറന്ന് നോക്കത്തില്ലായിരുന്നു. 91 സങ്കീർത്തനം, അന്നൊരു കൊച്ചു ബൈബിള് വീട്ടിലുണ്ടായിരുന്നു. ബൈബിളിൻ്റെ ആ 91 സങ്കീർത്തനം എന്തോന്ന് എനിക്കറിയത്തില്ല അതിൻ്റെ അർത്ഥം. പക്ഷേ ആ 91 സങ്കീർത്തനം പഠിച്ചാൽ ഏതാപത്തിലും ഏത് സ്ഥലത്ത് നിന്നും നിൻ്റെ കൂടെ ആരൊക്കെ ആപത്തിൽ വീണാലും നിന്നെ കർത്താവ് രക്ഷിക്കും. അതാണ് 91 സങ്കീർത്തനത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞ് ഒരു വൈദികൻ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അതിനുശേഷം ഞാൻ ജോലിക്ക് പോകുമ്പോഴൊക്കെ 91 സങ്കീർത്തനം വായിച്ചിട്ട് മാത്രമേ വീട്ടിൽ നിന്ന് കടലിപ്പാൻ ഇറങ്ങൂ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു ഫിഷിംഗ് ബോട്ടിൽ പോകാനായിട്ട് പോയി. ഒരു ചെറിയ ബോട്ടിൽ, സാബ് 16 എന്ന് പറയുന്നൊരു ബോട്ടിനകത്താണ് പോകുന്നത്. ആ ബോട്ടിൻ്റെ ഉടയൻ്റെ പേര് ഇന്നത്തെ വലിയ കമ്പനിയുള്ള നെറ്റോസുകാരുടെ വല്ലേരിയാൻ എന്ന് പറയുന്നത് അവരുടെ പപ്പായ്ക്ക് ഒരു സാബ് 16 ബോട്ടുണ്ടായിരുന്നു. ആ ബോട്ടിനകത്ത് കടലിൽ പോയിട്ട് വന്നപ്പോൾ എടേക്കല്ലെന്ന് പറയും, എടേക്കല്ലിൻ്റെ പുറത്ത് വെച്ച് എനിക്കന്ന് 14 വയസ്സേ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുഞ്ഞുങ്ങളെല്ലാവരും കൂടെ കട്ടയ്ക്ക കായലിലും കൊച്ചു കൊച്ചു തോടുകളൊക്കെ ഉണ്ടായിരുന്നു. ആ തോട്ടിലൊക്കെയാണ് നീന്തി പഠിച്ചത്. അങ്ങനെ പിന്നെ ഞങ്ങൾ വട്ടക്കായലിലുമൊക്കെ പോയി നീന്തി പഠിച്ചു. അതുകൊണ്ട് ആ പരിചയം ഉണ്ടായിരുന്നത് കൊണ്ട് അന്ന് കുറേ നേരം നീന്തി കിടന്ന്. പക്ഷേ നീന്തി ഏകദേശം കുഴയുമെന്നുള്ളത് കുഴഞ്ഞു എന്നുള്ളൊരു അവസരത്തിലെത്തിയപ്പോൾ നീണ്ടകര ആൽബിച്ചേട്ടൻ പോകുന്നൊരു ബോട്ട് വന്ന് അന്നൊരു ലൈഫ് ജാക്കറ്റ് എടുത്തിട്ട് തന്നു. ആ ലൈഫ് ജാക്കറ്റിൽ പിടിച്ച് ഞാൻ ഒരു 1.25 മണിക്കൂറോളം കിടന്ന്. എന്നിട്ട് എന്നെ രക്ഷിക്കാൻ കടലും മഴയുമൊക്കെ നിന്നതുകൊണ്ട്, കടലും കാറ്റും മഴയുമൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരാൾ കിടക്കുന്നത് ആരും കണ്ടില്ല. അങ്ങനെ നീണ്ടകര ദൊബിയാസ് എന്ന് പറയുന്ന ഒരാളിൻ്റെ ബോട്ട് അടുത്തോട് ഓടി വന്നു. അവരും എൻ്റെ സുഹൃത്തുക്കളായിരുന്നു. അവരുടെ ബോട്ടാണെന്ന് കണ്ടപ്പോൾ ഞാൻ പേരിട്ട് വിളിച്ച ആളിനെ വിളിച്ചപ്പോൾ അവർ ഏതോ ഒരു ശബ്ദം കേൾക്കുന്നല്ലോ എന്ന് പറഞ്ഞ് അവർ ബോട്ട് സ്ലോ ചെയ്തപ്പോൾ ഒരാൾ വെള്ളത്തിൽ കിടക്കുന്നു. അവരാണ് അന്ന് എടുത്ത് കരയ്ക്ക് കൊണ്ടുവന്നത്. അന്ന് ഞാൻ കര വരുമ്പോൾ ഞാൻ ഓർത്തത് എൻ്റെ 91 സങ്കീർത്തനത്തിൻ്റെ ശക്തിയാണ് എന്നെ രക്ഷിച്ചതെന്ന് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് മാത്രമല്ല, എത്രയും ദയുള്ള മാതാവിൻ്റെ ജപം, ആ പ്രാർത്ഥന പഠിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉറങ്ങിയതിൻ്റെയും ശക്തിയാണെന്ന് എനിക്ക് മനസ്സിലായി. അത് മാത്രമല്ല, എൻ്റെ അമ്മ ഞങ്ങളൊക്കെ ജോലിക്ക് പോകുമ്പം വെളുപ്പിലെ 3 മണിക്ക് തന്നെ ജപമാല തുടങ്ങും. 6 മണി വരെ എൻ്റെ അമ്മ ജപമാല ചൊല്ലും. അതിൻ്റെയൊക്കെ ശക്തി കൊണ്ടായിരിക്കണം അന്ന് ഞാൻ ആ ഒരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്നാണ് ഞാൻ ഇന്നും വിശ്വസിക്കുന്നത്. എന്നെ സ്പർശിച്ച ആ സങ്കീർത്തനം ആ കുഞ്ഞുനാൾ മുതൽ പഠിച്ചതുകൊണ്ട് എനിക്ക് കാണാതെ ഇപ്പോഴും ചെല്ലാൻ പറ്റും. അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്നെ വേടൻ്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിൻ്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിൻ്റെ വലതുവശത്ത് 10,000, എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിൻ്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു. നിനക്കൊരു തിന്മയും സംഭവിക്കുകയില്ല, ഒരനർത്ഥവും നിൻ്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിൻ്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിൻ്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മതിക്കും. അവർ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ
ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവരെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംരക്ഷിക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. ദൈവവചനമാണ് നാം കേട്ടത്. ഇതാണ് ആ പ്രാർത്ഥന. അപ്പം ഞങ്ങളിങ്ങനെ വലയൊക്കെ അടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരപ്പാപ്പൻ ഒരു കഥ പറഞ്ഞ്, പണ്ട് കൊച്ചുകോപ്പിൽ ഒരപ്പാപ്പൻ താമസിച്ചിരുന്നു. അപ്പാപ്പൻ 5 പെൺമക്കളായിരുന്നു. അപ്പാപ്പന് ആ ആഴ്ചയിൽ ജോലിക്ക് പോയിട്ട് പെസഹ ആഴ്ചയായിരുന്നു. ആ ആഴ്ചയിൽ ജോലിക്ക് പോയിട്ട് ഒന്നും കിട്ടിയില്ല. 40 ദിവസവും നോൻപ് നോറ്റ് നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അപ്പാപ്പനായിരുന്നത്. ആ അപ്പാപ്പൻ അങ്ങനെ പ്രാർത്ഥിച്ച് ഈ പറഞ്ഞതുപോലെ ശനിയാഴ്ച കടലിൽ പോയി. ഒന്നും കിട്ടിയില്ല. ഒന്നും കിട്ടാതെ വന്നു. പിറ്റേ ദിവസം നോൻപ് മുറിക്കുന്ന ഒരു രീതിയുണ്ട്. ഇറച്ചി ഏതെങ്കിലുമൊക്കെ കിട്ടിയാലേ നോൻപ് മുറിക്കാനൊക്കത്തുള്ളൂ അന്ന്. അങ്ങനെ ഒരു വിശ്വാസം അവരിലുണ്ട്. അവർ ആ അപ്പാപ്പൻ വൈകുന്നേരമായപ്പോൾ മക്കളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മക്കളെ, നമുക്ക് നാളെ ഉയർപ്പ് ഞായറാഴ്ചയാണ്, നോൻപ് മുറിക്കാൻ ഒന്നുമില്ലല്ലോ. എന്നിട്ട് അപ്പാപ്പൻ കസേരയിൽ ഇരുന്നും കൊണ്ട് ചാരു കസേരയാണെന്ന് പറഞ്ഞ് ചാരു കസേരയിൽ കിടന്നും കൊണ്ട് പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: എൻ്റെ കർത്താവേ, നിനക്ക് വേണ്ടി ഞാൻ 40 ദിവസവും നോൻപ് നോറ്റ്. നാളെ എൻ്റെ മക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് നോൻപ് മുറിക്കാനായി ഒരു കിലോ ഇറച്ചി വാങ്ങിക്കാൻ ഒരു മാർഗവും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അയലത്തുനിന്ന് ഒരു സ്ത്രീ ചെന്ന് വീട്ടിലേക്ക് വല്ലതും ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടു കൊടുത്തു. പക്ഷേ അത് കഴിഞ്ഞ് അപ്പാപ്പൻ അങ്ങനെ പ്രാർത്ഥിച്ച് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചെന്നാണ് പറഞ്ഞു തന്നതാണത്. അപ്പാപ്പൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം വലിയൊരു ഇരുള് കിഴക്ക് കറുത്ത്. അന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇതുപോലെ ഈ മാസങ്ങളിൽ ഇരുള് കറുത്ത് വരുന്ന മാസമാണ്. വലിയൊരു കാറ്റ് വീണപ്പോൾ അപ്പാപ്പൻ കണ്ടിട്ടില്ല ആ പക്ഷിയെ. ഒരു പക്ഷി വന്ന് അപ്പാപ്പൻ്റെ മുൻവശം വീണെന്നാണ് പറയുന്നത്. ഏതോ കാട്ടിലെ ഏതോ ഒരു വലിയ പക്ഷി. ആ പക്ഷിയെ അപ്പാപ്പൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് ചെന്ന് പതുക്കെ പക്ഷി വീണിട്ട് എഴുന്നേറ്റ് പറക്കുക ഒന്നും ചെയ്തില്ല. അപ്പാപ്പൻ ആ പക്ഷിയെ കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ട് പക്ഷിയെ പിടിച്ച് കൊന്ന് അവരും ഭക്ഷിച്ച് കറി വെച്ച് അയലത്തുകാർക്കും കൂടെ കൊടുത്തു. അത്രയും വലിയൊരു പക്ഷിയായിരുന്നെന്ന് പറഞ്ഞ്. അങ്ങനെ ഒരു അനുഭവം പഴയ കാലത്ത് അന്നത്തെ വിശ്വാസവും പ്രാർത്ഥനയും ഉള്ളവരാണ്. ഈ 40 ദിവസവും അവർ ശക്തമായ പ്രാർത്ഥനയിലാണ് അവർ കഴിഞ്ഞുകൂടുന്നത്. അങ്ങനെ ഒരു അനുഭവം ആ പാപ്പൻ പങ്കുവെച്ച് തന്നിട്ടുണ്ട്. ഇത് ഞാനിങ്ങനെ പലരോടും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കൊച്ചുമക്കളോടും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു അനുഭവം ഉണ്ട്. ഞങ്ങളൊരു ഒക്ടോബർ മാസത്തിൽ കടലിൽ പോയി കൂടുതലും മീനൊക്കെ കിട്ടി. ചാളമീനൊക്കെ ഒരുപാട് കിട്ടി. അപ്പോൾ അങ്ങനെ പടിഞ്ഞാറുനിന്ന് കാറ്റ് വീണ് ചാള വള്ളം നിറച്ചുണ്ടായിരുന്നുകൊണ്ട് പല വള്ളങ്ങളും താഴ്ന്നു പോയി. കാറ്റിന് മറിഞ്ഞ് താന്നുപോയി. അങ്ങനെ താന്നു പോയപ്പോൾ ഒരു വള്ളം രക്ഷിക്കാനായിട്ട് ഒരാളുടെ വള്ളം മറിഞ്ഞ് ആളുകളെ കരക്കൊണ്ടുവന്ന് വള്ളവും വലയും എടുക്കണമെന്നും പറയും കൊണ്ട് എടുത്തുകൊണ്ട് വരണമെന്നും പറയുകൊണ്ട് ഒരാൾ വന്ന് പറഞ്ഞു. എൻ്റെ ഒരു ചേട്ടനാണ്, ജോസഫ് എന്ന് പറയുന്നൊരു ചേട്ടനാണ്. ആ ചേട്ടൻ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊരു വള്ളം ഇറക്കി. പുള്ളിയുടെ വള്ളം ഇറക്കിക്കൊണ്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് പോയി, കെട്ടിക്കൊണ്ട് വരാമെന്നും പറയും. വള്ളം കെട്ടാനായിട്ട് ചെന്ന വള്ളം കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വടക്കുവശം ഒരു നിലവിളി കേൾക്കുന്നു. 4 പേരുള്ളൊരു വള്ളം ആളുമായിട്ട് കടലിനകത്ത് കിടക്കുന്ന നിലവിളിക്കുക. അങ്ങനെ ഞാൻ പറഞ്ഞു, വള്ളം കെട്ടുന്നതിനേക്കാൾ പ്രാധാന്യം ഈ ആളുകളെ എടുക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ വള്ളത്തിൻ്റെ മുമ്പ് നിൽക്കുകയായിരുന്നു. വള്ളത്തിൻ്റെ മുമ്പ് നിന്നിട്ട് വള്ളം വടക്കോട്ട് തിരിയെന്ന് പറഞ്ഞ് ദേഷിച്ച് സംസാരിച്ച്. അപ്പോൾ ഈ വള്ളം താന്ന വള്ളത്തിൻ്റെ ഉടയനാണ് വള്ളത്തിൻ്റെ അമരത്തിരിക്കുന്നത്. അണിയത്ത് നിന്നും കൊണ്ട് അച്ഛൻ വള്ളം വടക്കോട്ട് തിരിയല്ല, ആളിനെ എടുക്കട്ടെ എന്ന് പറഞ്ഞു. അതിനുശേഷം നമുക്ക് വള്ളം നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വള്ളം തുഴഞ്ഞ് നിന്ന് കടലിനകത്ത് കിടന്ന് അവർ നിലവിളിക്കുക, ഞങ്ങളുടെ ജീവനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുക. പകലല്ല, രാത്രിയാണത്. അപ്പം ഞങ്ങൾ കടൽ
തീരുന്ന ഒരു 3-4 കടൽ പെട്ട് കഴിയുമ്പോൾ ഒരു നിരപ്പുണ്ടാവും. ആ നിരപ്പ് എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ വള്ളം തൊഴുന്ന അടുത്ത് ചെന്ന് 4 പേരെ എടുത്ത് അവിടുന്ന് അവരെ രക്ഷിച്ച് കരക്കൊണ്ടുവന്നു. പക്ഷേ ആ വള്ളം നഷ്ടപ്പെട്ടു പോയി. ഈ ചേട്ടൻ്റെ വലയും വള്ളവും പിറ്റേ ദിവസമാണ് കെട്ടി കരക്കൊണ്ടുവരാൻ പറ്റിയത്. ആ രാത്രി മൊത്തം ഇവരെ എടുത്തു കഴിഞ്ഞപ്പോൾ അതിഭയങ്കര മഴയായിരുന്നു. അങ്ങനെ ആ വള്ളം കെട്ടി ആളുകളെ എടുത്ത് ഞങ്ങൾ വള്ളം കര വന്നു. പിന്നെ വള്ളം കെട്ടാനായിട്ട് ഞങ്ങൾ പോയിട്ട് ഞങ്ങൾ വള്ളം കണ്ടു കിട്ടിയില്ല. കാറ്റും മഴയായ കാരണത്താൽ ഞങ്ങൾ തിരിച്ചു വരേണ്ടി വന്നു. പിന്നീട് വീണ്ടും ഒരു നിലവിളി കേൾക്കുന്ന കൊണ്ട് ആളുകൾ വന്നപ്പോൾ ഞങ്ങൾ വീണ്ടും 2 വള്ളം ഇറക്കി ചെന്ന്, അതെൻ്റെ ഒരു കുമ്പാരിയുടെ വള്ളമായിരുന്നു. ആ വള്ളത്തിൽ ആളുകളെ മാത്രം ഞങ്ങളെടുത്ത് വള്ളം കര കൊണ്ടുവരാൻ പറ്റിയില്ല. അങ്ങനെ ആ വള്ളത്തിൽ ആളുകളെ ഒക്കെ കരക്കൊണ്ടുവന്നു. പിന്നെ അല്ലാതെ ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ ഈ വളവത്തോപ്പിൽ വെച്ച് കടലിൽ പോകുമ്പോൾ വള്ളമൊക്കെ മറിയും. സാധാരണ വള്ളം മറിയും, അവിടെ അപകട സ്ഥലമാണ് അത്. വള്ളം മറിയുമ്പോൾ ഞങ്ങളന്ന് 3-4 ചെറുപ്പക്കാരുണ്ട്. ആ ചെറുപ്പക്കാരെല്ലാവരും കൂടെ ചേർന്ന് വള്ളങ്ങൾ കെട്ടാനും ആളുകളെ രക്ഷിക്കാനും ഒക്കെ പോയി അങ്ങനെ വള്ളവും കെട്ടി വലിച്ച് കരക്കൊണ്ടുവരും, ആളുകളെയൊക്കെ രക്ഷിക്കും. അങ്ങനെ ഞങ്ങൾക്കും അപകടമൊക്കെ പറ്റിയിട്ടുണ്ട്. പറ്റുന്ന സമയത്ത് മറ്റുള്ളവർ വന്നായിരിക്കും ഞങ്ങളെ സഹായിക്കുന്നതും രക്ഷിക്കുന്നതുമൊക്കെ. അങ്ങനെ എന്നെയും രക്ഷിച്ചിട്ടുണ്ട് 1-2 കൂട്ടുകാർ. ഞങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്ക് എപ്പോഴും കർത്താവിലും പരിശുദ്ധ അമ്മയിലും വലിയ വിശ്വാസമാണ്. അത് ഞങ്ങൾ കടലിൽ പോകുന്ന സമയത്തൊക്കെ ഞങ്ങൾ മനസ്സുകൊണ്ടും എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരിക്കത്തതേ ഉള്ളൂ. ഞങ്ങൾ കടലിൽ നിന്ന് കര വന്നാൽ ഒരു ദിവസത്തെ 2 ദിവസത്തെയൊക്കെ പണി, 2 ദിവസം 3 ദിവസമൊക്കെ ഉള്ള പണിക്ക് പോക്കെന്ന് പറയുന്നത് ഈ അവസാന കാലഘട്ടത്തിലൊക്കെ, ഞങ്ങൾ ആദിമ കാലഘട്ടത്തിലൊക്കെ ഞങ്ങൾ പോകുക എന്ന് പറഞ്ഞാൽ അന്നന്ന് പോയി അന്നന്ന് കര വരും. ആ വരുമ്പോഴത്തേക്ക് ഞങ്ങൾ ഡെയിലി നിത്യപൂജയ്ക്ക് പോകാൻ നമുക്ക് പറ്റത്തില്ല. പക്ഷേ ഞായറാഴ്ച പൂജയ്ക്ക് നമുക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. നമ്മളത്ര വിശ്വാസമാണ്. നിത്യപൂജയ്ക്ക് പോകാതിരുന്നാൽ നമുക്കെന്തോ നഷ്ടം സംഭവിച്ച കണക്ക്. ആ ഞായറാഴ്ച കുർബാനയിൽ പങ്കെടുക്കാതിരുന്നാൽ നമുക്ക് എന്തോ നഷ്ടം സംഭവിച്ച കണക്ക് ആ ആഴ്ചയിൽ. അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഒരുപാടുണ്ട്. അത് മാതാവിനെക്കുറിച്ചും അതിനേക്കാൾ ഉപരി ഞങ്ങളുടെ വിശുദ്ധ ജോൺ ബ്രിട്ടോയെക്കുറിച്ച് പറയാനാണെങ്കിൽ, ജോൺ ബ്രിട്ടോയോട് പ്രാർത്ഥിച്ചുകൊണ്ട് പോയാൽ ഒരു സ്ഥലത്തും ഞങ്ങൾക്കൊരാപത്തും ഉണ്ടാകത്തില്ല. അത്ര വിശ്വാസമാണ്. പണ്ട് ഞങ്ങളുടെ അപ്പന്മാർ ഈ പള്ളി തന്നെ പടിഞ്ഞാറോട്ട് തിരിച്ചു വെച്ചതിൻ്റെ പ്രധാന കാരണം, അന്ന് പള്ളിയുടെ പടിഞ്ഞാറവശം വെച്ചാണ് താങ്ങുവള്ളങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അവർക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ടാണ്, തിരിഞ്ഞ് നോക്കുമ്പോൾ മാതാവിനെ കണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് പള്ളി പടിഞ്ഞാറോട്ട് തിരിച്ചു വെച്ച് പണിതത്. ആ പ്രാർത്ഥനയുടെ ഫലമാണ് ഇന്ന്, അവരുടെ പ്രാർത്ഥനയുടെ ഫലമാണ് ഇന്ന് ഈ നാട്ടിൻ്റെ ഇത്രയും വലിയ ഉയർച്ചയും ഇത്രയും വലിയ വളർച്ചയും ഉള്ളത്. അന്നത്തെ ഞങ്ങളുടെ അമ്മമാരും അപ്പന്മാരും ഒക്കെ നിത്യവും ജപമാല ചൊല്ലും. രാത്രിയിൽ അവർ ജപമാല ചൊല്ലാതിരിക്കത്തില്ല. അത് ഒരനുഭവം തന്നെയാണ്. എല്ലാ വീടുകളിലും സന്ധ്യാനാമം എത്തിക്കുന്ന ഒരു ശബ്ദം, ആ ശബ്ദം എല്ലാ വീടുകളുടെ മുറ്റത്തോടെയും പോകുമ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റും. അന്ന് കുറഞ്ഞ വീടുകളേ ഉള്ളൂ, കയ്യാലകളോ വലിയ വീടുകളോ ഒന്നുമില്ല. ചെറിയ വീടുകളും ചെറ്റക്കുടലുകളും ഒക്കെയാണ് ഞങ്ങളൊക്കെ ജീവിച്ച കാലത്തിൽ. പക്ഷേ വളരെ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞിരുന്നുവെങ്കിലും അന്ന് ഒരു ദിവസം പോലും അമ്മമാരും അപ്പന്മാരും മക്കളെയും വിളിച്ചിരുത്തി ജപമാല പഠിച്ച് പ്രാർത്ഥിക്കാതെ ഇരുന്നിട്ടില്ല. ജപമാല പഠിച്ച് പ്രാർത്ഥിക്കാനുള്ള സമയത്ത് വന്നില്ലെങ്കിൽ അന്ന് അപ്പന്മാർ വഴക്ക് പറയുകയോ ചിലപ്പം ചിലരെയൊക്കെ ശിക്ഷിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, അന്നത്തെ മുതിർന്നവരെ കാണുമ്പം നമ്മൾ ദൈവസ്തുതി പറയണം. ദൈവസ്തുതി പറഞ്ഞില്ലെങ്കിൽ അവർ, ഇപ്പോൾ എൻ്റെ അമ്മാച്ചനെ കാണുമ്പം ഞാൻ ദൈവസ്തുതി പറഞ്ഞില്ലെങ്കിൽ എൻ്റെ അമ്മാച്ചൻ എൻ്റെ അമ്മയെ കാണുമ്പോൾ പരാതി പറയും. തീർച്ചയായിട്ടും എൻ്റെ അപ്പൻ വന്ന അന്ന് എന്നെ ശിക്ഷിച്ചിരിക്കും. അതാണ് അന്നത്തെ വിശ്വാസം. മുതിർന്നവരെ കാണുമ്പം അവരെ അനുസരിക്കുക, അവർ പറയുന്നത് കേൾക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. പ്രാർത്ഥനയുടെ ശക്തി അവർ കൂടുതൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അവരുടെ അന്നത്തെ പ്രാർത്ഥനയുടെ ശക്തിയാണ് ഇന്നത്തെ ഈ നാടിൻ്റെ ഉയർച്ചയ്ക്ക് കാരണം. ആഴിയിൽ
എന്നാഴങ്ങളിൽ. എൻ്റേത് സ്നേഹവിഭാഗമായിരുന്നു. എൻ്റെ ഭാര്യയുടെ പേര് എലിസബത്ത് ആൻ്റണി. എൻ്റെ തൊട്ടടുത്ത വീട്ടിലെ പെൺകുട്ടിയെ തന്നെയാണ് ഞാൻ സ്നേഹിച്ച് കല്യാണം കഴിച്ചത്. കല്യാണം കഴിച്ച് എനിക്ക് 6 കുഞ്ഞുങ്ങൾ കിട്ടി ദൈവം തന്ന്. 2 കുഞ്ഞുങ്ങളെ ദൈവം ചെറുപ്രായത്തിലെ തന്നെ തിരിച്ചെടുത്ത്. ബാക്കി 4 മക്കളും എനിക്കിപ്പോഴും ഉണ്ട്. പക്ഷെ ഞാൻ ജോലിക്ക് പോകുമ്പോഴും ജോലിക്ക് കഴിഞ്ഞ് വരുന്നത് വരെയും അവർ പ്രാർത്ഥനയിലായിരിക്കും എപ്പോഴും. അവർ വീട്ടിൽ വരുമ്പം ആദ്യം ചോദിക്കുന്നത് വല്ലതും കഴിച്ചോ, എവിടെ നിന്ന് വല്ലതും കുടിച്ചോ എന്നാ, പിന്നെ വല്ലതും കിട്ടിയോന്ന് തിരക്കത്തുള്ളൂ. അത്രയും സ്നേഹത്തിലാണ് ഞങ്ങൾ ഇതുവരെയും കഴിയുന്നത്. 4 മക്കളെയും പഠിപ്പിക്കുന്നതിന് വേല ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. അതിന് കൂടുതലും അധ്വാനിച്ചിട്ടുള്ളത് എൻ്റെ ഭാര്യയാണ്. അതെനിക്ക് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റത്തില്ല. വീട്ടിൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചുകൊണ്ട് പോയത് എൻ്റെ ഭാര്യ തന്നെയാണ്. ഞാൻ ജോലി ചെയ്യുക, കാശ് കൊണ്ട് കൊടുക്കുക. പക്ഷേ എന്ത് ചെയ്താലും എന്നോട് ചോദിച്ചിട്ടേ ചെയ്യത്തുള്ളൂ. അങ്ങനെയാണ് ഞങ്ങളുടെ കുടുംബജീവിതം ഇതുവരെ മുന്നോട്ട് പോയിക്കൊണ്ട്. എനിക്ക് 4 മക്കളുണ്ട്. 2 പേര്, 2 ആൺമക്കളും 2 പെൺമക്കളും. 4 പേരെയും കല്യാണം കഴിപ്പിച്ചയച്ചു. മൂത്ത മകൻ ഷാർജയിലാണ് ജോലി ചെയ്യുന്നത്. 2ാമത്തെ മകനും ഷാർജയിലാണ് ജോലി ചെയ്യുന്നത്. മൂത്ത മകൾ ഇപ്പോൾ അമേരിക്കയിലാണ് പോയത്. ഇളയ മകൾ നാട്ടിലുണ്ട്. ഇതാണ് എൻ്റെ കുടുംബ ചരിത്രം. ഞങ്ങൾ സാമാന്യം തെറ്റില്ലാതെ എൻ്റെ വിശ്വാസം പ്രാർത്ഥിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ ദിവസവും ഞാൻ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പോയിരുന്നു പ്രാർത്ഥിക്കും. അതെനിക്ക് വലിയൊരു അനുഭവമാണ്. ഈശോയുടെ മുമ്പിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുമ്പം നമുക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹം അത് വളരെ വലുതാണ്. ഞാനത് മുടങ്ങാതെ പോകും. ഇപ്പം എനിക്ക് പോകാനുള്ള സമയമായത്. ഞാൻ അതിനു വേണ്ടി പോവുക. ദൈവത്തിന് നന്ദി.